It is very pride to be here on the occasion of launching Sabha TV, which is an exclusive initiative taken by the Kerala Legislative Assembly. At the very outset, on behalf of Kerala Legislative Assembly, let me express my warm regards and hearty welcome to Sri Om Birlaji, who is joined here with us to inaugurate the Sabha TV initiative. Sabha TV സ്വതന്ത്രമായ ഒരു ചാനലല്ല. ഇന്ന് നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ചാനലുകൾക്ക് ബദലായിട്ടുള്ള സംവിധാനവുമല്ല. മറിച്ച് നിയമസഭാ പ്രവർത്തനങ്ങളെയും ജനാധിപത്യ പ്രക്രിയയും പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കാൻ പരിശ്രമിക്കുന്ന ഒരു പുതിയ സംരംഭമാണ്. ജനാധിപത്യത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് സംവാദമാണ്, സംവാദാത്മകമാണ്. മാധ്യമങ്ങളിലൂടെ പ്രതീക്ഷിക്കപ്പെടുന്നതും സംവാദാത്മകമായ ഒരു മണ്ഡലവും അന്തരീക്ഷവും സൃഷ്ടിക്കുന്ന സാഹചര്യം ഉണ്ടാവുക എന്നതാണ്. പക്ഷെ പലപ്പോഴും സംവാദാത്മകമായ അന്തരീക്ഷത്തിന് പകരം സംഹാരത്തിന്റെ രീതികൾ സ്വീകരിക്കുന്ന ഒരു മാധ്യമ ശൈലി നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ളത് നിർഭാഗ്യകരമായ ഒരു കാര്യമാണ്. സംഹാരത്തിലൂടെ ഒരു ദിശയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഏകപക്ഷീയമായ പ്രചരണ ഉപാധികളിലൂടെ മുന്നോട്ട് പോകുന്ന മാധ്യമ സംസ്കാരമല്ല, മറിച്ച് സംവാദത്തിനും വ്യത്യസ്ത അഭിപ്രായങ്ങൾക്ക് തുറന്ന പ്രകടനങ്ങൾക്ക് വേദിയൊരുക്കി ആ മൂസയിൽ പുതിയ ആശയങ്ങൾ രൂപപ്പെടുത്തുക എന്നുള്ളതാണ് ജനാധിപത്യത്തിന്റെ ഉള്ളടക്കം. ആ ഉള്ളടക്കം ഭരണ പ്രതിപക്ഷ നിലപാടുകൾ സ്വതന്ത്രമായി സഭയ്ക്കകത്ത് നടക്കുന്ന പോലെയുള്ള സംവാദങ്ങൾ ജനങ്ങളിലേക്ക് കൂടി എത്തിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു സംരംഭമാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. ജനങ്ങൾ നിയമസഭയിൽ തമ്മിലുള്ള ബന്ധത്തെ കൂടുതൽ ഊട്ടിയുറപ്പിക്കാനും നിയമനിർമ്മാണ പ്രക്രിയയുടെ അനുഭവങ്ങളും അതിന്റെ സാധ്യതകളും അതിന്റെ വെല്ലുവിളികളും ചർച്ചയ്ക്ക് വിധേയമാക്കാനും ഉള്ള ഒരു അവസരം കൂടിയാണ് സഭാ ടി വി എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു നിയമം രൂപപ്പെടുന്നത് തീർത്തും യാദൃശ്ചികതയിൽ നിന്നല്ല. ജനങ്ങളുടെ അഭിലാഷത്തിൽ നിന്നും ആഗ്രഹത്തിൽ നിന്നും അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും ഉയർന്നു വരുന്ന സമ്മർദ്ദങ്ങളുടെ രാഷ്ട്രീയ ഉൽപ്പന്നമാണ് യഥാർത്ഥത്തിൽ ഒരു നിയമം. ഒരു നിയമം രൂപപ്പെട്ടാൽ അത് സമൂഹത്തിലുണ്ടാക്കിയ അനുരണനങ്ങളും ചലനങ്ങളും എന്തായിരുന്നു, അതിന്റെ അനുഭവങ്ങൾ എന്തെല്ലാമായിരുന്നു, അതിന്റെ ചട്ടങ്ങൾ രൂപീകരിക്കപ്പെട്ടപ്പോൾ നിയമത്തിന്റെ അന്തസത്തയോടെ ചേർന്നു നിന്നുവോ, നിയമത്തിന്റെ ഉള്ളടക്കം നമ്മുടെ സമൂഹത്തെ സജീവമായി പ്രയോജനപ്രദമായ മുന്നോട്ട് പോകാൻ സാധിച്ചുവോ തുടങ്ങിയ പരിശീലനങ്ങൾക്കും പരിശോധനകൾക്കും കൂടി സഹായകരമായ നിലയിലുള്ള സംവാദത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. ഈ ഇന്ററാക്റ്റീവ് പാർലമെന്ററി ആക്ടിവിറ്റി എന്ന് പറയുന്ന ആശയം യഥാർത്ഥത്തിൽ യൂറോപ്യൻ യൂണിയനാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ജനങ്ങളുമായിട്ട് കൂടുതൽ അടുത്ത ബന്ധമുള്ള നിയമനിർമ്മാണ പ്രവർത്തനത്തിന്റെ പുതിയ സങ്കല്പമാണ് യൂറോപ്യൻ യൂണിയൻ മുന്നോട്ട് വെച്ചത്. യൂറോപ്യൻ യൂണിയന്റെ ഈ ആശയം സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ ഒന്നൊന്നായി ഏറ്റെടുത്ത് നടപ്പിലാക്കുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ന്യൂസിലൻഡിലും ഡെൻമാർക്കിലും ഓസ്ട്രേലിയയിലും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെല്ലാം ജനാധിപത്യത്തിന്റെ പുതിയ വിധാനങ്ങൾ തേടുന്ന അനുഭവങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നിയമസഭാ പ്രവർത്തനത്തെ ജനങ്ങളിലേക്ക് ഏറ്റവും കൂടുതൽ അടുപ്പിക്കുവാനും നിയമസഭാ സംവാദങ്ങൾ പോസിറ്റീവായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാനും ഒരു നിയമനിർമ്മാണത്തിന്റെ ഭാഗമായി ഇവിടെ നടക്കുന്ന സൂക്ഷ്മതയേറിയ ഗൃഹപാഠങ്ങളെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ രൂപീകരിക്കുന്നതിനും എല്ലാം സഹായകമാകുന്ന നിലയിലുള്ള ഒരു പദ്ധതിയാണ് നിയമസഭാ ടി വി വഴി നമ്മൾ ഉദ്ദേശിക്കുന്നത്. തീർത്തും നവീനമായ ഇത്തരം ഒരു പദ്ധതി മുന്നോട്ട് വെച്ചപ്പോൾ അതിനോട് പരിപൂർണമായി സഹകരിച്ച് അത് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ഇച്ഛാശക്തിയോടുള്ള നിലപാട് സ്വീകരിച്ച് കൂടെ നിന്ന സംസ്ഥാന ഗവൺമെന്റിന്റെയും മുഖ്യമന്ത്രിയുടെയും നിലപാടിനെ അഭിനന്ദിക്കാതെ ഈ സന്ദർഭത്തിൽ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയുന്നതല്ല. അതോടൊപ്പം ഒരുപക്ഷെ ഇന്ത്യയിലെ മറ്റൊരു നിയമസഭയ്ക്കും ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഒരു പുതിയ ദൃശ്യമാധ്യമ പ്ലാറ്റ്ഫോം കൂടി നമ്മൾ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. അത് OTT പ്ലാറ്റ്ഫോമാണ്. ദൃശ്യമാധ്യമ രംഗത്തെ ഏറ്റവും നവീനമായ ഒരു വിസ്ഫോടനാത്മകമായ സംരംഭമാണ് OTT. അതായത് എന്തും എല്ലായ്പ്പോഴും നമുക്ക് ലഭ്യമാക്കാൻ കഴിയുന്ന ആമസോണിന്റെയും നെറ്റ്ഫ്ലിക്സിന്റെയും മാതൃകയിലുള്ള ഒരു പ്ലാറ്റ്ഫോം നമുക്ക് വരികയാണ്. ആ പ്ലാറ്റ്ഫോമിന്റെ ഭാഗമായിട്ട് നിയമസഭാ പ്രവർത്തനങ്ങളുടെ എല്ലാ കാലത്തെയും എല്ലാ പ്രവർത്തനത്തെയും എല്ലാ സംരംഭങ്ങളെയും ഷോക്കേസ് ചെയ്യാൻ കഴിയുന്ന ഒരു സംവിധാനം കൂടി നമുക്ക് ഉണ്ടാകാൻ പോവുകയാണ്. അതുകൊണ്ട് പ്രൈം ടൈമുകളില്ലാത്ത, തെരഞ്ഞെടുപ്പുകളില്ലാത്ത ഏത് സമയത്തും ഏത് മാധ്യമ പ്രവർത്തനങ്ങളെയും ഏത് മാധ്യമ സംവാദങ്ങളെയും ജനങ്ങൾക്ക് എടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു പുതിയ പ്ലാറ്റ്ഫോം കൂടി നമുക്ക് ഇതിന്റെ ഭാഗമായി രൂപീകരിക്കപ്പെടാൻ പോവുകയാണ്. ഓൺലൈൻ വഴി രൂപീകരിക്കപ്പെടുന്ന ഓൺലൈൻ പ്രൊമോഷന്റെയും OTT പ്ലാറ്റ്ഫോമിന്റെയും ഔപചാരികമായ ഉദ്ഘാടനം കൂടി ഇവിടെ നിർവഹിക്കപ്പെടുകയാണ്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. കേരള നിയമസഭ രാജ്യത്തിന്റെ നിയമസഭകളുടെ ചരിത്രത്തിൽ നിരവധിയായ പുതിയ പാന്താവുകൾ
തുറന്ന ഒരു സഭാവേദിയാണ്. ആ സഭാവേദി ജനാധിപത്യത്തിന്റെ പുതിയ വിധാനങ്ങളിലേക്ക് നമ്മുടെ സഭയെ നയിക്കാനും ദൃശ്യമാധ്യമ രംഗത്ത് ചരിത്രത്തിലാദ്യമായിട്ട് ഒരു OTT പ്ലാറ്റ്ഫോമിലൂടെ സ്വതന്ത്രമായ ഒരു ദൃശ്യമാധ്യമ സംസ്കാരം രൂപീകരിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ഇവിടെ നിർവഹിക്കപ്പെട്ടത്. എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട്, അഭിവാദനങ്ങൾ അറിയിച്ചുകൊണ്ട് I would like to invite Sri Om Birla ji, the Honorable Lord Sabha Speaker, to inaugurate Kerala Sabha TV. Thank you. विधानसभा के अध्यक्ष माननीय श्री P. रामकृष्णन जी, मुख्यमंत्री माननीय श्री पिनाराई विजयन जी, विधानसभा में प्रतिपक्ष के नेता माननीय श्री रमेश चन्नीतला जी, उपस्थित विधायकगण, अतिथिगण, पत्रकार साथियों, केरल विधानसभा द्वारा सभा टीवी चैनल को प्रारंभ किए जाने के कार्यक्रम में वीडियो कॉन्फ्रेंसिंग के माध्यम से सम्मिलित होकर मुझे बहुत प्रसन्नता हो रही है। कोविड-19 से जनित महामारी से आज पूरा विश्व आक्रांत है। इस महामारी ने हमारे लिए नई चुनौतियों को खड़ा कर दी है, परंतु हम भारतवासी चुनौतियों के बावजूद आगे बढ़ते रहे और बढ़ते रहेंगे। आपदाओं से मुकाबला केरल राज्य अभी कर रहा है। केरल में आपदा के कारण कई जनक्षति भी हुई है, लेकिन इस राज्य में साहस, संबल और संकल्प है, जिसके माध्यम से इस आपदाओं से मुकाबला करके हम निकल जाएंगे। मुझे पूरा विश्वास है यहाँ का कुशल नेतृत्व, जन जागरूकता, जन सहयोग एवं जन संकल्प के दम पर हम इस आपदा का सफलतापूर्वक सामना करेंगे तथा इससे होकर सशक्त होकर निकलेंगे। कोरोना के इस दौर में आज समय की मांग के अनुसार हम लोग वर्चुअल तकनीकी के माध्यम से जुड़ रहे हैं। आधुनिक युग में सूचना तकनीकी की प्रगति ने हमारे लिए इसे और आसान बना दिया है। दरअसल संचार तकनीकी के विकास की एक लंबी यात्रा रही है। पिछली सदी में टेलीविजन का माध्यम एक बड़ी क्रांति लेकर आया था। समय के साथ साथ टेलीविजन की भूमिका और स्वरूप में बदलाव होते रहे हैं। आज टेलीविजन के माध्यम से जागरूकता फैलाई जा रही है और जनमत के निर्माण के साथ साथ सरकार की जवाबदेही भी सुनिश्चित की जा रही है। संसद या विधानसभा जनप्रतिनिधियों की सभा है। ये जनता और सरकार के बीच सेतु का कार्य करते हैं। निर्वाचित सदन के माध्यम से जनता के प्रति सरकार की जवाबदेही सुनिश्चित की जाती है और उनके कार्यों का मूल्यांकन भी किया जाता है। इसलिए ये आवश्यक है कि विधायिकी का कार्रवाई का सीधा जनता तक पहुंचाया जाए। इसके साथ साथ उन्हें संसदीय प्रक्रियाओं, नियमों और पद्धतियों आदि से भी अवगत कराया जाए। दरअसल एक जागरूक नागरिक ही सशक्त लोकतंत्र का आधार हो सकता है। अतः विधायिकी के रूप में हमारा यह उत्तरदायित्व है कि हम संचार के आधुनिक साधनों का पूरा इस्तेमाल करते हुए जनता के साथ सीधा संवाद स्थापित करें। आज के समय में टेलीविजन और मास इलेक्ट्रॉनिक मीडिया एक ऐसा सरल और सुगम साधन है जिसके माध्यम से जनप्रतिनिधियों को जनता के प्रति अधिक जवाबदेही और अपने दायित्वों के प्रति अधिक सतर्क और संवेदनशील बनाया जा सकता है। लोक और तंत्र टेलीविजन के माध्यम से जोड़ने की कवायद हमारी संसद में 90 के दशक में शुरू हो गई थी। यूं तो पहली बार लोकसभा के प्रश्नकाल का दूरदर्शन के राष्ट्रीय चैनल पर सीधा प्रसारण 7 जनवरी 1994 को किया गया था, परंतु लोकसभा टीवी के नाम से एक डेडिकेटेड चैनल का आरंभ 24 जुलाई 2006 को हुआ। ये देश का पहला संसदीय चैनल था। बाद में 8 सितंबर 2011 से राज्यसभा टीवी का भी प्रसारण शुरू किया गया। आज इन चैनलों के माध्यम से संसद की कार्रवाई का सीधा प्रसारण होता है। इसके साथ साथ राजनीतिक, लोकतांत्रिक, संवैधानिक, सामाजिक, आर्थिक विषयों पर भी चर्चा होती है। इसके एक अच्छे परिणाम सामने आ रहे हैं। बीते वर्षों में विधायी कार्रवाइयों के प्रसारण के माध्यम को और व्यापक
और आसान बना दिया है। अनेक राज्यों में टेलीविजन के माध्यम से विधानमंडल को जनता से जोड़ने के सार्थक प्रयास किए हैं। इसी क्रम में केरल विधानसभा द्वारा सभा टीवी शुरुआत एक स्वागत योग्य पहल है। सभा टीवी पर दिखाए जाने वाले कार्यक्रम में केरल विधानसभा की कार्रवाई के साथ साथ विधानसभा द्वारा पारित विधेयकों, विभिन्न समितियों के कार्यक्रम का विवरण भी दिया जाएगा। लोकतांत्रिक व्यवस्था से समृद्ध सामाजिक और आर्थिक मुद्दों पर भी चर्चा प्रसारित की जाएगी। मेरे विचार में सभा टीवी द्वारा अनूठे प्रयास किए जा रहे हैं। मेरी कामना है आपका ये प्रयास अधिक से अधिक सफल हो, इसमें कोई संदेह नहीं। आपका प्रयास, आपकी सफलता अनेक राज्यों के लिए अनुकरण योग्य सिद्ध होगी। हमने अभी भी देश की स्वतंत्रता की 33 वर्षगांठ बनाई है। बीते 7 दशकों में देश में लोकतंत्र की जड़ें गड़ी हुई है। इस दौरान तकनीकी और विज्ञान की सहायता से जनता और प्रशासन की दूरी को समाप्त करने के अभिनव प्रयास किए जा रहे हैं। इन प्रयासों से लोकतंत्र, संघवाद, एकता और अखंडता संरक्षित और पोषित की जा रही है। सूचना क्रांति और संचार क्रांति के इस युग में जनता में विधायी संस्थाओं और प्रक्रियाओं के बारे में अधिक जानने और समझने की आकांक्षा बढ़ी है। इस परिस्थिति में यह आवश्यक है कि उनके पास जानकारी का आधिकारिक स्रोत हो और उन्हें संसदीय अथवा विधायी प्रक्रियाओं के बारे में शिक्षित कर उन्हें और प्रभावी भागीदारी के लिए प्रेरित कर सके। मैं अपनी ओर से लोकसभा के सभी मान्य सदस्यों की ओर से आपको बधाई देता हूं और ये विश्वास करता हूं कि सभा टीवी एक जागरूक जनमानस बनाने के अपने प्रयास में अवश्य सफल होगी। मेरी शुभेच्छा है आपका टीवी चैनल जनता की उम्मीदों पर खरा उतरे और विधानमंडल और जनता के बीच में एक सशक्त कड़ी का कार्य करे। सभा टीवी के शुभारंभ पर मैं आप सभी को बहुत बहुत शुभकामनाएं देता हूं। जय हिंद। ബഹുമാനായ ലോക്സഭാ സ്പീക്കർ, ആദരണീയനായ നിയമസഭാ സ്പീക്കർ, പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള മറ്റ് വിശിഷ്ട വ്യക്തികളെ, സഹോദരി സഹോദരന്മാർ, നമ്മുടെ കേരള നിയമസഭ പല കാര്യത്തിലും രാജ്യത്തിനകത്ത് റെക്കോർഡ് സൃഷ്ടിച്ചിട്ടുള്ള സഭയാണ്. ഈ ഘട്ടത്തിൽ അതിന്റെ ചരിത്രത്തിലേക്കൊന്നും ഞാൻ വിശദമായി പോകുന്നില്ല. എന്നാൽ പുതിയൊരു റെക്കോർഡ് കൂടി നാം സൃഷ്ടിക്കുകയാണ്. നിയമസഭകളിൽ ആദ്യമായി നിയമസഭക്ക് സ്വന്തമായി ഒരു ടി വി ചാനൽ, അതാണ് ഇപ്പോ ബഹുമാനായ ലോക്സഭാ സ്പീക്കർ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു. നമുക്കെല്ലാം അങ്ങേയറ്റം സന്തോഷം പകരുന്ന ഒരു കാര്യമാണത്. ഈ പരിപാടി സംബന്ധിക്കാനായതിലുള്ള അതിയായ സന്തോഷം ആദ്യമേ തന്നെ രേഖപ്പെടുത്തട്ടെ. പാർലമെന്ററി ജനാധിപത്യം നിലനിൽക്കുന്ന ഏതൊരു രാജ്യത്തിലും സഭയുടെ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തുക എന്നത് ഏറ്റവും പ്രധാനമാണ്. കാരണം ജനങ്ങളുടെ പ്രതിനിധികളാണ് സഭയിലുള്ള ജനപ്രതിനിധികൾ. അപ്പൊ ആ പ്രതിനിധികൾ ഏത് തരത്തിലാണ് തങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ നിർവഹിക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടത് ഓരോ പൗരന്റെയും അവകാശം തന്നെയാണ്. സഭ
സഭയുടെ ദീർഘകാല ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഇതില് വിവിധ ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് കാണാൻ കഴിയും. ഒരു നിയമസഭാംഗം എന്ന നിലക്ക് ഞാൻ പ്രവർത്തനം ആരംഭിക്കുന്ന കാലത്തെ അനുഭവപ്പെടുത്താൻ അന്ന് വർത്തമാന പത്രങ്ങളാണ്. ആ വർത്തമാന പത്രങ്ങൾ സഭ കൂടുമ്പോൾ സഭയുടെ ഏകദേശം ഉള്ളടക്കം തന്നെ നാട്ടിലേക്ക് എത്തിക്കുമായിരുന്നു. ചോദ്യോത്തരം ഏറെക്കുറെ അതേപോലെ തന്നെ പ്രസിദ്ധീകരിക്കുന്ന പത്രങ്ങളുടെ ഓരോരുത്തരുടെയും പ്രസംഗം ചെറിയൊരു ഭാഗമെങ്കിലും കൊടുക്കുന്ന പതിവുണ്ട്. പുതിയ അംഗമെന്നൊക്കെ വന്നപ്പോ അന്നത്തെ എന്റെ പ്രസംഗവും ചില പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ ഓർക്കുക. ഇതിന് പിന്നീട് മാറ്റം വന്നു. മാറ്റത്തിന്റെ സ്ഥിതി ഞാൻ പറയേണ്ടതില്ല, എല്ലാവർക്കും അറിയാവുക. പിന്നീട് ചാനലുകൾ വന്നതോടെ ചാനലുകൾ കുറെ ഭാഗം റിപ്പോർട്ട് ചെയ്യുന്ന നിലപാട്. ഇവിടെ അവർക്ക് അനുവദിക്കപ്പെട്ട സമയത്ത് തത്സമയം തന്നെ സംപ്രേഷണം ചെയ്യുന്ന ചോദ്യോത്തര സമയം വന്നു. അത് കുറെ കൂടി ജനങ്ങളിലേക്ക് എത്തുന്ന നിലപാട്. അതോടൊപ്പം തന്നെ പിന്നീട് നല്ല രീതിയിൽ താല്പര്യമുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന അവസ്ഥയുന്നു ആകെയിലേക്ക്. എന്നാൽ ഇതിനൊരു ആരോഗ്യകരമായ മാറ്റം സഭാഠ്യത്തോടെ ഉണ്ടാക്കാനാകുമെന്നാണ് പ്രത്യേകം. രാജ്യത്ത് പാർലമെന്റ് നടപടിക്രമങ്ങൾ പൂർണ്ണമായി റിപ്പോർട്ട് ചെയ്തു പോകുന്നു. നമ്മുടെ സംസ്ഥാന നിയമസഭയുടെ പ്രവർത്തനങ്ങളാകെ പൂർണ്ണമായി ജനങ്ങളിലേക്ക് എത്തുന്ന അവസ്ഥ ഈ സഭാ ടിവിയുടെ പ്രവർത്തനത്തോടെ ഉണ്ടാകുമെന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇതില് ഏതൊരു പ്രസ്ഥാനത്തിന്റെയും തുടക്കം എല്ലാം കൂടി ചേർന്നാവില്ല, തുടക്കമാണ്. അപ്പൊ തുടക്കം എന്ന നിലക്ക് സഭാ ടി വി ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ടൈം സ്ലോട്ട് എടുത്ത് പ്രമുഖ ചാനലുകളിലൂടെ നിശ്ചിത സമയം സംപ്രേഷണം ചെയ്യുക എന്നുള്ളത്. അത് തുടക്കം എന്ന നിലക്ക് നല്ലത് തന്നെയാണ്. പക്ഷെ അതിവേഗം തന്നെ സ്വാഭാവികമായും പൂർണ്ണ സംപ്രേഷണത്തിലേക്ക്, ഒരു പൂർണ്ണ ചാനൽ എന്ന നിലയിലേക്ക് മാറാൻ കഴിയും എന്ന് തന്നെയാണ് കാണാവുന്നത്. അപ്പോൾ നാം പറയുന്ന ഓരോ കാര്യവും നിയമസഭയിൽ നാം സ്വീകരിക്കുന്ന എല്ലാ നടപടികളും എല്ലാ സമയവും ജനങ്ങൾ വീക്ഷിക്കുന്ന നില വരുന്നു എന്നത് നമ്മുടെ തന്നെ പ്രവർത്തനത്തെ കൂടുതൽ മെച്ചപ്പെടുത്താൻ ഉപകരിക്കുമെന്നാണ് ഇതിന്റെ പ്രത്യേകത. ഇവിടെ ആദ്യഘട്ടത്തിൽ നിയമസഭയുടെ ചരിത്രം, നടപടിക്രമം, നിയമസഭയിലെ പ്രധാനപ്പെട്ടവരുമായുള്ള അഭിമുഖങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ സഭാ ടി വിയിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിക്കുന്നു. ഇതെല്ലാം
വലിയ തോതിൽ നമ്മുടെ യുവജനങ്ങൾക്ക് ഉപകരിക്കും. പ്രത്യേകിച്ച് ഈ വിദ്യാർത്ഥികൾ കാര്യങ്ങൾ മനസ്സിലാക്കാനും ശരിയായ രീതി പിന്തുടരുന്നതിനും ഇത് വഴിവെക്കും. വിദ്യാർത്ഥികളെയും യുവാക്കളെയും ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പരിപാടികൾ നല്ല തോതിൽ ആവിഷ്കരിക്കാൻ കഴിയും എന്നതും സഭാ ടിവിയുടെ പ്രത്യേകതയായി നാം കണക്കാക്കും. ഇത് നല്ല രീതിയിൽ നടക്കുമെന്നതിന് ഉറപ്പ് സഭാ ടിവിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് ഒരു മികവുറ്റ ടീമാണ് എന്നുള്ളതാണ്. എല്ലാ തരത്തിലുള്ളവരും ആ കൂട്ടത്തിലുണ്ട്. മാധ്യമപ്രവർത്തകരുണ്ട്, നിയമസഭയുമായി ബന്ധപ്പെട്ട് നല്ല അനുഭവമുള്ളവരുണ്ട്, ജനപ്രതിനിധികളായിരുന്നവരും ഉദ്യോഗസ്ഥരായവരുമുണ്ട്. ഇങ്ങനെയെല്ലാം ഉള്ളവരുടെ അനുഭവം സഭാ ടിവിയുടെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെട്ട നിലയിലേക്ക് ഉയർത്തുന്നതിന് സഹായിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ നമ്മുടെ പാർലമെന്ററി പ്രവർത്തനം കൂടുതൽ ആരോഗ്യകരമാവുക, അത് ജനങ്ങൾ പൊതുവിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ജനങ്ങളുടെ വിലയിരുത്തൽ ദിനംപ്രതി അല്ലെങ്കിൽ ഒരു ഘട്ടം കഴിഞ്ഞാൽ നിമിഷം പ്രതി ഉണ്ടാകാൻ ഉപകരിക്കുന്ന രീതിയിലേക്ക് സഭാ ടിവിക്ക് വളരാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട വെബ്സൈറ്റിന്റെ ഉദ്ഘാടനം ഔപചാരികമായി നിർവഹിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എന്റെ സ്നേഹാഭിവാദനം. ലോക്സഭാ സ്പീക്കർ ശ്രീ ഓം ബിർള, കേരളത്തിൻ്റെ സമാരാധ്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, ബഹുമാനപ്പെട്ട സ്പീക്കർ ശ്രീ പി ശ്രീരാമകൃഷ്ണൻ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല, ഈ വേദിയിലും ഓൺലൈനിലും പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട ബഹുമാന്യരെ, സഹോദരി സഹോദരന്മാരെ, ടി വി ഉദ്ഘാടനത്തിൻ്റെ ആശംസയും നിയമസഭയുടെ ഡൈനാമിക് വെബ്സൈറ്റിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനവുമാണ് എനിക്ക് നിർവഹിക്കാൻ സാധിച്ചത്. അതിനവസരമുണ്ടാക്കിയ ബഹുമാനപ്പെട്ട സ്പീക്കറെയും ഉദ്യോഗസ്ഥ സുഹൃത്തുക്കളെയും ആദ്യമായി അഭിനന്ദിക്കുക. ഹാൾ നിറഞ്ഞ ആയിരക്കണക്കിന് ജനങ്ങളുടെ സാന്നിധ്യത്തിൽ സംഘടിപ്പിക്കേണ്ട ഒരു സംരംഭമാണ് ഈ രൂപത്തിൽ സംഘടിപ്പിക്കാൻ നിർബന്ധിക്കപ്പെട്ടത്. കാണാമറയത്ത് ഒരു അന്തകൻ
നമ്മളെയെല്ലാം സ്വീകരിക്കാൻ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത. മാനസികമായ സമ്മർദ്ദം, സാമൂഹ്യമായ ഒട്ടേറെ പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കുന്ന ഒരു കാലഘട്ടമാണിത്. എത്ര നാൾ ഈ അവസ്ഥ നീണ്ടു നിൽക്കുമെന്ന് നമുക്കിപ്പോൾ പറയാൻ സാധിക്കില്ല. പ്രതിരോധത്തോടൊപ്പം തന്നെ മനുഷ്യൻ മുന്നോട്ട് പോകുക, പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ജീവനോപാധികളും സംരക്ഷിക്കുക, ഈ ഒരു രണ്ട് കടമകൾ വെല്ലുവിളിയായി സ്വീകരിച്ചുകൊണ്ടാണ് സമൂഹം മുന്നോട്ട് പോകുന്നത്. അത്തരമൊരു ഘട്ടത്തിലാണ് വളരെ ആഹ്ലാദകരമായ ഒരു മുഹൂർത്തത്തിന് നമ്മളെല്ലാം സാക്ഷ്യം വഹിക്കുന്നത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൻ്റെ നിയമസഭ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ലോകത്തിലെ ഏതെങ്കിലും ഒരു സംസ്ഥാന നിയമസഭയ്ക്ക് കേരള നിയമസഭയ്ക്ക് അവകാശപ്പെട്ടതുപോലെ അവകാശപ്പെടാൻ പലതുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഭൂപരിഷ്കരണ നിയമമായാലും വിദ്യാഭ്യാസ നിയമമായാലും സമ്പൂർണ്ണ സാക്ഷരതയായാലും അധികാര വികേന്ദ്രീകരണമായാലും ഇതൊക്കെ തന്നെ ലോകത്തിൻ്റെ മുമ്പിൽ കേരളം കാട്ടിയ മാതൃകകളാണ്. ആ ദിശയിൽ മറ്റൊരു നൂതന അധ്യായത്തിന് നമ്മൾ തുടക്കം കുറിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് കേരള നിയമസഭ ഒരുക്കിയ സഭാ ടി വി. നിയമസഭാ നടപടികൾ ജനങ്ങളിലേക്ക് കൂടുതലായി എത്തിക്കുന്നതിന് കേരള നിയമസഭ ആവിഷ്കരിച്ച ഈ പദ്ധതി എന്തുകൊണ്ടും എടുത്തു പറയാവുന്നതാണ്. സഭാ നടപടികളുടെ ഗൗരവം ചോർന്നു പോകാതെ തന്നെ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി മുഖ്യധാരാ മാധ്യമങ്ങൾ നിയമസഭാ നടപടികൾ റിപ്പോർട്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കുറേ കൂടി ഫലപ്രദമായി മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇതേ രൂപത്തിൽ തന്നെയുള്ള ഒരു സംവിധാനം സോമനാഥ് ചാറ്റർജി ലോക്സഭാ സ്പീക്കറായ സമയത്ത് പാർലമെൻറ്റിൻ്റെ സ്വന്തം ടെലിവിഷൻ ചാനൽ നേരത്തെ ആരംഭിച്ചിരുന്നു. അതിൻ്റെ മാതൃക പിന്തുടർന്നുകൊണ്ടാണ് ഈ ഒരു സംരംഭത്തിന് ബഹുമാനപ്പെട്ട കേരള നിയമസഭാ സ്പീക്കർ നേതൃത്വം കൊടുത്തത്. സ്വന്തമായി സംപ്രേഷണ സംവിധാനമുള്ള പൂർണ്ണ ടെലിവിഷൻ ചാനലായി സഭാ ടി വിക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ മാറാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച നിയമസഭയുടെ ഡൈനാമിക് വെബ്സൈറ്റിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ച ലോക്സഭാ സ്പീക്കർ, ബഹുമാനായ ബഹുമാനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് ബഹുമാനായ സന്തോഷകരമായ ഒരു ചടങ്ങിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. കേരളത്തിന്റെ ചരിത്രത്തിൽ 6 പതിറ്റാണ്ടുകൾ നീണ്ടു നിൽക്കുന്ന ഐക്യ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇളക്കമാർന്നതാക്കുന്ന നയതന്ത്ര നടപടികൾക്ക് സമൂർത്തത സംഭാവന ചെയ്ത് ഈ നിർമ്മാണ സഭ പാസാക്കിയ ചരിത്രപ്രധാനമായ നിരവധി നിയമങ്ങൾ, സാമൂഹികവും രാഷ്ട്രീയവും സാമ്പത്തികവുമായ വിവിധ മേഖലകൾ എല്ലാം നിർണായക മാറ്റങ്ങൾക്ക് വഴിവെച്ച പുരോഗമനപരവും വിപ്ലവകരവുമായ
ആകെ പതിറ്റാണ്ട് കാലത്തിനിടയിൽ രാജ്യത്തെ മറ്റേത് നിയമസഭകളിൽ നിന്നും വ്യത്യസ്തമാണ്. ഒട്ടേറെ നിയമനിർമ്മാണങ്ങൾക്ക് രൂപമില്ല. ആ നിയമനിർമ്മാണങ്ങളെല്ലാം സാമൂഹ്യമായി വലിയ ചലനം സൃഷ്ടിക്കുന്നവയാക്കി മാറ്റാൻ നമ്മുടെ സഭക്ക് സാധിച്ചിരുന്നു എന്നത് ഇതിന്റെ ചരിത്രത്തെ കൂടുതൽ വിളക്കമുള്ളതാക്കി മാറ്റി. അത്തരമൊരു സംഭവങ്ങളെ ആകെ തന്നെ ക്രോഡീകരിച്ചു. ഈ കേരളപ്പിറവിക്ക് ശേഷമുള്ള കാലയളവിലെ 14 നിയമസഭാ വേദിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ഭരണാധികാരം കൈകാര്യം ചെയ്തിട്ടുള്ള മുഖ്യമന്ത്രിമാരുടെ പരാമർശങ്ങൾ, പ്രതിപക്ഷ നേതാക്കളെ കുറിച്ചുള്ള കാര്യങ്ങൾ, നിയമസഭാ സ്പീക്കർമാരെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് സഭാ TV ഔപചാരികമായി അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ വരും തലമുറകൾ എക്കാലവും ചരിത്രത്തെ എടുക്കുന്നതിന് എളുപ്പത്തിൽ സാധ്യമാവുന്ന വിധത്തിൽ രൂപകൽപ്പന ചെയ്ത ഈ പരിപാടി എന്തുകൊണ്ടും വലിയ നേട്ടമായിട്ട് വേണം നമ്മൾ കാണാൻ. അതിനെ നേതൃത്വപരമായ ചുമതല വഹിച്ച ബഹുമാനായ കേരള നിയമസഭാ സ്പീക്കറെയും അതിനെ സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്തിട്ടുള്ള ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെയും എല്ലാം ഈ സന്ദർഭത്തിൽ അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. നിയമസഭയുടെ ചരിത്രത്തിലെ ഒരു നൂതന അധ്യായത്തിന്റെ പ്രഭാതം ഇന്ന് കുറിക്കപ്പെടുകയാണ്. ചിങ്ങം 1 മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സമാധാനീയമായ ആഹ്ലാദത്തിന്റെ ഒരു മുഹൂർത്തമാണ്. കൊറോണയുടെ പശ്ചാത്തലം എല്ലാം ഉണ്ടെങ്കിൽ പോലും മാത്രം വരവേൽക്കാൻ കാത്തിരിക്കുന്നത് മഹാദിനത്തിൽ തന്നെ നമ്മുടെ നിയമസഭയുടെ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പദവിന്യാസം ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുന്നതിന് തീർച്ചയായും ഏറ്റവും ഉചിതമായിരുന്നു. നമ്മുടെ നിയമസഭ അതിൻ്റെ എല്ലാ നിലയിലും ആന്തരികവും ബാഹ്യവുമായ എല്ലാ തലങ്ങളിലും മറ്റ് സഭകൾക്ക് മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഒരു സഭയായി പരിരക്ഷിതമായി കൊണ്ടിരിക്കുകയാണ് മറ്റൊരു വസ്തുതയാണ്. നമ്മുടെ നിയമസഭ യാഥാർത്ഥ്യമായ ഒരുപാട് വർഷം സമ്പൂർണ്ണ കടലാസ് രഹിത നിയമസഭയായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പരിപാടികൾ ആരംഭിച്ചു. ആധുനികമായ ശാസ്ത്ര സാങ്കേതിക ഭൗതിക സൗകര്യം നിയമസഭയിൽ അംഗങ്ങൾക്ക് നൽകുന്നതിന്റെ കാര്യം അങ്ങനെ നിയമസഭയെ കാര്യക്ഷമതയുടെ കർമ്മതലങ്ങളിലേക്ക് എത്തിക്കാൻ സഹായിച്ചിട്ടുള്ള നമ്മുടെ സഭയുടെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും ജനങ്ങളറിയിക്കുന്നതിന് സംവിധാനം ക്രമീകരിച്ചുകൊണ്ടുള്ള ഒരു പുതിയ ആധുനികമായ സംവിധാനം, മുഖമുഖമായ നിയമസഭാ പ്രവർത്തനങ്ങൾ, മുഖമുഖമായ നമ്മുടെ ഈ സംരക്ഷണ പരിപാടികൾ, ഇതെല്ലാം തന്നെ പ്രാവർത്തികമാക്കിക്കൊണ്ട് ഒരു മുന്നേറ്റമാണ് നമ്മുടെ നിയമസഭ ഇത് സമാരംഭിച്ചത്. അതിന് മുഖ്യ നേതൃത്വം കൊടുത്ത നമ്മുടെ സ്പീക്കർ സഹായിച്ച നിരവധി സ്രോതസ്സുകൾക്ക് സംഘാടകന്മാരുണ്ടായി. സംഘാടകർ നന്നായിട്ടുണ്ട് എന്നാണ് വസ്തുത. അങ്ങനെ സഭയുടെ ചരിത്രത്തിലെ സുപ്രധാനമായ സാമ്പത്തിക സാമൂഹ്യ രാഷ്ട്രീയ നിയമമാണ് നടപ്പിലാക്കി ഭൂരിപക്ഷ നിയമം പോലെയുള്ള കാര്യങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ചരിത്രത്തിന്റെ ഏറ്റവും ക്രമബദ്ധങ്ങൾ സഞ്ചരിച്ച നിയമസഭ ഈ വർത്തമാനകാലത്ത് ഒരു ആധുനികവൽക്കരിക്കപ്പെട്ട ഒരു ക്രമീകരണത്തോടുകൂടി സഭാ രംഗത്ത് ഒരു പുതിയ മുടക്കിയിരിക്കുന്നു. അതാണ് നമ്മുടെ സഭാ TV. തീർച്ചയായും സഭാ TV-യിലൂടെ നൽകുന്ന സന്ദേശം നമ്മുടെ സംസ്ഥാനത്തിനും അതുവഴി നമ്മുടെ ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിന്, നമ്മുടെ ജനാധിപത്യവും മതനിരപേക്ഷ സംരക്ഷിക്കുന്നതിന്, സ്വാതന്ത്ര്യം പരീക്ഷിക്കുന്നതൊക്കെ വിരുദ്ധമാകുന്ന നിലയിൽ സഭയെയും സഭാതലങ്ങളെയും മാധ്യമലോകത്തെയും എല്ലാം തന്നെ സമന്വയിച്ചു കൊണ്ടുപോകുന്നതിന് ഈ മഹാശ്രമത്തിന് സാധിക്കട്ടെ എന്ന് മാത്രം ഞാൻ വിനീതമായി ആഗ്രഹിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ 2 വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.